ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമകരണം അല്ലേ, ഇനി അതാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത്. രോഹിണീപുത്രന് നാമകരണം ചെയ്തു നമ്മൾ കണ്ടു അല്ലേ. ബലനെന്നും രാമനെന്നും സംഘർഷണനെന്നും ഒക്കെ പേരുകൾ നൽകിയ ഗഗ മഹർഷി ഇനി അടുത്തതായി നമ്മുടെ യശോദാദേവിയുടെ പുത്രന് നാമകരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. പറയുകയാണ്, ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃഹ്ണതോനുയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം ഗതഃ. ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ. ആസൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഈ തൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ഉണ്ണി ഉണ്ടായിരുന്നു. എങ്ങനെ? വർണ്ണാസ്ത്രയോ, വർണ്ണാഹ ത്രയഃ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വർണ്ണാസ്ത്രയഃ. വർണ്ണ എന്ന് പറഞ്ഞാൽ വർണ്ണം എന്നാൽ നിറങ്ങൾ, ത്രയ എന്ന് പറഞ്ഞാൽ മൂന്ന് നിറങ്ങൾ ഉണ്ടായിരുന്നു ഈ ഉണ്ണിക്ക്. പറയുക ഹ്യസ്യ, ഹി അസ്യാണ് ഹ്യസ്യ. ഹി എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, ഉണ്ടായിരുന്നു എന്ന് തീർത്ത് പറയുകയാണ്. അസ്യ എന്ന് പറഞ്ഞാൽ ഈ പൊന്നുണ്ണി ഈ തൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ഉണ്ണിക്ക് 3 നിറങ്ങൾ ഉണ്ടായിരുന്നു. ഗൃഹ്ണതോനുയുഗം തനൂഹു. ഗൃഹ്ണതഃ അനുയുഗം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗൃഹ്ണതോനുയുഗം. ഗൃഹ്ണതഃ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു. ഇങ്ങനെ മാറി മാറി ഈ 3 വർണ്ണങ്ങൾ ധരിക്കുന്നുണ്ട് ഈ ഉണ്ണി. എങ്ങനെ? അനുയുഗം, ഓരോരോ യുഗത്തിലും ഈ 3 വർണ്ണങ്ങൾ മാറി മാറി ധരിക്കുന്നുണ്ട്. തനൂഹു എന്ന് പറഞ്ഞാൽ ഈ 3 വർണ്ണ, തനു എന്നാൽ ശരീരം. അപ്പോൾ ഈ 3 വർണ്ണങ്ങളിലുള്ള ശരീരങ്ങളെ ഓരോ യുഗങ്ങളിലും മാറി മാറി ഈ ഉണ്ണി ധരിക്കുന്നുണ്ട്. ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം ഗതഃ. അപ്പോൾ 3 വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ശുക്ലഃ, ശുക്ല എന്ന് പറഞ്ഞാൽ വെളുപ്പ്. രക്തസ്തഥ, രക്തഃ തഥ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രക്തസ്തഥ. രക്തഃ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, രക്തത്തിൻ്റെ നിറം. അപ്പം വെളുത്ത നിറം ധരിക്കുന്നു, ചുവപ്പ് നിറം ധരിക്കുന്നു. തഥ പിന്നെയോ പീത, പീത എന്നാൽ മഞ്ഞയും. അപ്പോൾ രക്തവർണ്ണത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതും മഞ്ഞ നിറത്തിലുള്ളതും വെള്ള നിറത്തിലുള്ളതുമായ ശരീരങ്ങളെ ഓരോ യുഗങ്ങളിലും ഈ ഉണ്ണി ധരിക്കുന്നു. ഇദാനീം കൃഷ്ണതാം ഗതഃ. ഇദാനീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. പക്ഷെ ഇപ്പോഴാകട്ടെ ഈ ഉണ്ണി കൃഷ്ണതാം ഗതഃ, കൃഷ്ണവർണ്ണത്തെ ധരിച്ചിരിക്കുന്നു. ഗതഃ അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വർണ്ണത്തെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള 3 യുഗങ്ങളിൽ ധരിച്ച വർണ്ണങ്ങളെക്കുറിച്ചാണ് ഇവിടെ. ഓരോരോ യുഗങ്ങളിലും ഓരോ വർണ്ണത്തിലുള്ള ശരീരത്തെ പ്രാപിച്ചിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോ യുഗത്തിലും ഈ ഉണ്ണി അവതരിക്കുന്നുണ്ട് എന്നുള്ളത് പരോക്ഷമായി പറയുന്നു. ഓരോ യുഗത്തിലും ധരിക്കുന്നത് പല നിറത്തിലുള്ള തനുവിനെയാണ്, ശരീരത്തെയാണ് എന്ന് പറയുന്നു. കൃഷ്ണവർണ്ണം സ്വീകരിച്ചത് ഈ ഒരു ദ്വാപരയുഗത്തിലാണ് എന്നും പറഞ്ഞു. ഇവിടെ മറ്റു 3 യുഗങ്ങളിലും അല്ലെങ്കിൽ ഓരോ യുഗം തോറും ധരിക്കുന്ന പല വർണ്ണത്തിലുള്ള ശരീരങ്ങളെ പറഞ്ഞു. ഈ ഒരു യുഗത്തിൽ ഇപ്പോഴാകട്ടെ ഈ ഉണ്ണി കൃഷ്ണവർണ്ണം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത് മറ്റൊരു തരത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന പേര് ഞാൻ നൽകുന്നു. അപ്പോൾ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൃഷ്ണവർണ്ണത്തോടു കൂടിയവൻ എന്നും തന്നെയല്ല എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനെന്നും ഇങ്ങനെ പലതരത്തിൽ അർത്ഥം ഈ കൃഷ്ണ നാമത്തിന് കൽപ്പിക്കാറുണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഇവിടെ 3 യുഗങ്ങളിലും ജനിച്ചു, 3 വർണ്ണത്തോടു കൂടി എന്ന് പറയുമ്പോൾ എല്ലാ യുഗങ്ങളിലും അവതരിക്കുന്ന, എന്നാൽ ഈ 3 വർണ്ണങ്ങൾക്കും അതീതനായ ഒന്നാണ് തൻ്റെ മടിയിൽ കിടക്കുന്ന ഈ ഉണ്ണിയെന്ന്
വ്യക്തമാക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണാവതാരമാണ് ഈ കൃഷ്ണവർണ്ണത്തോടുകൂടി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വ്യംഗ്യാർത്ഥം. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ 3 നിറങ്ങളും, ചുവപ്പ് നിറത്തിലായാലും വെള്ള നിറത്തിലായാലും മഞ്ഞ നിറത്തിലായാലും അവതരിച്ചതൊക്കെയും അത് 3ഉം ലയിച്ചു ചേർന്നാൽ അത് കറുപ്പായി മാറുന്നു. അപ്പോൾ ഇത് 3ഉം ഈ കൃഷ്ണവർണ്ണത്തിലുള്ള ഈ ഉണ്ണിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണ്. അഥവാ ഉണ്ണിയുടെ അംശങ്ങൾ മാത്രമാണ്, ഉണ്ണിയിൽ നിന്ന് ഒരു പാർട്ട് മാത്രമാണ് ഈ ഓരോ യുഗങ്ങളിലും അവതരിച്ചത്. അപ്പോൾ ഇത് 3ഉം ചേർന്ന പൂർണ്ണാവതാരമാണ് ഇപ്പോൾ തൻ്റെ മടിയിൽ കിടക്കുന്ന ഈ കൃഷ്ണൻ ഉണ്ണി എന്നും ഇവിടെ ഗർഗ മഹർഷി പറഞ്ഞു വെക്കുന്നു. സകലതും യാതൊന്നിൽ അടങ്ങിയിരിക്കുന്നുവോ, സർവവും യാതൊന്നിലാണോ നിലനിൽക്കുന്നത്, ആ ശക്തിയുടെ, ആ ചൈതന്യത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു അവതാരമാണ്. അല്ലെങ്കിൽ ആ ശക്തി തന്നെ ഒരു പരിപൂർണമായ ഒരു രൂപം സ്വീകരിച്ച് ആ പരിപൂർണത ഒട്ടും ചോരാതെ, അംശമായിട്ടല്ല പരിപൂർണമായും ആ ചൈതന്യത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ഈ ഉണ്ണി ആ സ്വരൂപം പോലെ തന്നെ എല്ലാവർക്കും ആനന്ദത്തെ, പരമാനന്ദത്തെ പ്രദാനം ചെയ്യുവാനായി അവതരിച്ചിരിക്കുന്നതാണ്. അല്ലയോ വസുദേവരെ അങ്ങയുടെ, അല്ലയോ നന്ദഗോപരെ അങ്ങയുടെ ഉണ്ണി. അതുകൊണ്ട് ഈ ഉണ്ണിക്ക്, കൃഷ്ണവർണ്ണത്തിലുള്ള ഈ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന് തന്നെ നാമകരണം ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആസൻ വർണ്ണാസ്ത്രയോ ഹ്യസ്യ ഗൃഹ്ണതോനുയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാം ഗതഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വർണ്ണാസ്ത്രയോ, ഇവിടെ സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പിരിക്കേണ്ട, ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ ഹ്യസ്യ, അവിടെ ഹ്യ എന്ന അക്ഷരത്തിന് ആകാരവും കൂടി കൊടുക്കുക, കാരണം ഹി അസ്യ ആണ്. പിന്നെ ഗൃഹ്ണതോനുയുഗം, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. തനൂഹു, ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ രണ്ടാമത്തെ വരിയിൽ വരുമ്പോൾ ഗതഹ, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ നോക്കൂ, ആ ഗർഗ മഹർഷിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം, സർവവ്യാപിയായിട്ടുള്ള ആ ഭഗവാനെ വസുദേവരുടെ നിയോഗം കൊണ്ടാണെങ്കിൽ പോലും ആ ഉണ്ണിയെ മടിയിലെടുത്തു വെച്ച് ഒരു നാമകരണം ചെയ്യാൻ കിട്ടിയ ഒരു മഹാഭാഗ്യം. സത്യത്തിൽ ഭഗവാന്റേതല്ലാതായിട്ട് ഏത് നാമമാണുള്ളത്? എല്ലാ നാമവും ഭഗവാന്റേത് തന്നെയാണ്. നമുക്കത് രാമായണത്തിൽ കാണാതെ അല്ലേ? പുരുഷ നാമത്തിലുള്ളതെല്ലാം ഭഗവാനെ അവിടുത്തേതാകുന്നു, സ്ത്രീ രൂപത്തിലുള്ളതെല്ലാം ദേവി ലക്ഷ്മി ദേവി അവിടുത്തേതാകുന്നു എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ശ്ലോകം നമുക്കതിൽ കാണാം. ഇവിടെ ഭഗവാന്റേതല്ലാത്തതായിട്ട് എന്താണുള്ളത്? ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഏത് നാമമാണുള്ളത്? എന്നിട്ടും ആ വർണ്ണത്തിന് അനുയോജ്യമായ രീതിയിൽ, ആ പ്രകൃതിക്ക്, സ്വപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഭഗവാനിലേക്ക് ഭഗവാൻ ആരെയാണ് ആകർഷിക്കാത്തത്? അതിനനുയോജ്യമായ രീതിയിൽ അതേ അർത്ഥം വരുന്ന, അർത്ഥപൂർണമായിട്ടുള്ള കൃഷ്ണൻ എന്ന നാമകരണം ചെയ്യാൻ ഗർഗ മഹർഷിക്ക് കിട്ടിയ മഹാഭാഗ്യം. ഭഗവാനെ ഒന്ന് കാണുക എന്ന് പറയുന്നത് പോലും സുഹൃതികൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. എത്രയോ അസുലഭമായിട്ടുള്ള ഒരു കാര്യമാണത്. ഇവിടെ ഗർഗ മഹർഷിക്ക് കിട്ടിയ മഹാഭാഗ്യം, ആ ഉണ്ണിയെ മടിയിലെടുത്തു വെച്ചൊന്ന് ആ ഉണ്ണിക്കൊരു പേര് നൽകുക. ഉണ്ണിയുടേതല്ലാത്തതായിട്ടൊരു നാമവും ഇല്ലാത്തിടത്തും ഉണ്ണിക്കായി ഒരു പേര് കണ്ടുപിടിച്ച് നൽകുക എന്ന് പറയുന്നത് ഗർഗ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യവും അതോടൊപ്പം തന്നെ വലിയൊരു കർത്തവ്യവും കൂടിയായിരുന്നു. ഇനി നമുക്ക് കഴിഞ്ഞില്ല ഭഗവാന്റെ നാമകരണം അവിടം കൊണ്ടും. ഇനി നമുക്ക് 14ാമത്തെ ശ്ലോകം നോക്കാം. പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജ വാസുദേവ ഇതി ശ്രീമാനഭിജ്ഞാ സംപ്രചക്ഷതേ.
പ്രാഗയം വസുദേവസ്യ. പ്രാഗ് അയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാഗയം. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുൻപ്, അയം എന്ന് പറഞ്ഞാൽ ഈ, വസുദേവസ്യ വസുദേവരുടെ, ക്വചിത് ജാതസ്തവാത്മജ ക്വചിത് ജാതഃ തവ ആത്മജഃ. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നുണ്ട് ഇതിൽ. ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിടത്ത്, ജാതഃ എന്ന് പറഞ്ഞാൽ ജനിച്ചിരുന്നു, പുത്രനായിട്ട് വന്നിരുന്നു, തവ ആത്മജഃ, തവ അങ്ങയുടെ, ഇവിടെ നന്ദഗോപരോട് പറയാ, അല്ലയോ നന്ദഗോപരെ, അങ്ങയുടെ ഈ പുത്രനാകട്ടെ ഒരിക്കൽ പണ്ട് ഒരിടത്ത് പുത്രനായി വന്നിരുന്നു. ആത്മജഃ എന്ന് പറഞ്ഞാൽ പുത്രന്. അങ്ങയുടെ ഈ പുത്രൻ പണ്ടൊരിടത്ത് വസുദേവരുടെ പുത്രനായിട്ട് വന്നിരുന്നു. ഇവിടെ എല്ലാം അറിയുന്ന ഗർഗമഹർഷി വ്യക്തമായിട്ടല്ലാതെ പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ നന്ദഗോപർക്ക്. എന്താ ഈ ഉണ്ണി, കാരണം ഈ ഉണ്ണി ഇപ്പോഴാണ് ജനിച്ചത്, പക്ഷെ അപ്പോഴും പറയും ഈ ഉണ്ണി മുൻപ്, പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചു നാൾ മുൻപ് എന്ന അർത്ഥത്തിൽ എവിടെയാണ് ജനിച്ചത്? വസുദേവരുടെ പുത്രനായിട്ട് ജനിച്ചിരുന്നു. അതുകൊണ്ട് വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞ സംപ്രചക്ഷതേ. വാസുദേവ ഇതി, വാസുദേവൻ എന്ന ശ്രീമാൻ അഭിജ്ഞ, ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സവിശേഷമായിട്ടുള്ള, ശോഭയോടു കൂടിയ, ഐശ്വര്യത്തോടു കൂടിയ, ശ്രീയോടു കൂടിയവനായി, അഭിജ്ഞ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, സംപ്രചക്ഷതേ പറയും, അങ്ങനെ അറിയപ്പെടും ഈ ഉണ്ണി. വസുദേവരുടെ പുത്രനായതുകൊണ്ട് വാസുദേവൻ എന്ന് അറിവുള്ളവർ പറയും എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച്, ഇത് വസുദേവരുടെ പുത്രനാണെന്ന് അറിയുന്നവർക്കൊക്കെ ഇവൻ വാസുദേവനായി തന്നെ അറിയപ്പെടും. ഇവൻ അല്ലയോ നന്ദഗോപരെ, ഇത് അങ്ങയുടെ പുത്രനല്ല എന്ന് പറയാതെ പറയുകയാണ്, ഇത് വസുദേവരുടെ പുത്രനാണ്, അതുകൊണ്ട് വാസുദേവൻ എന്നും അറിയപ്പെടും. ഒരിക്കലും നന്ദഗോപരുടെ പുത്രൻ എന്നല്ല അറിയപ്പെടുന്നത്, വസുദേവരുടെ പുത്രനായ വാസുദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയോ കൃഷ്ണൻ എന്ന് പറയുന്നത് വർണ്ണം കൊണ്ടും സ്വഭാവം കൊണ്ടുമാണ്. തന്നിലേക്ക് ആരെയും ആകർഷിക്കുന്ന, അത്യധികം ശോഭയുള്ളതായ, ശ്രീ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, അല്ലെ, ശ്രീ ഭഗവതി എവിടെയാ? ഭഗവാനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ആ ഭഗവാനിൽ, ഭഗവാന്റെ മാറിടത്തിൽ കുടികൊള്ളുന്ന ആ ലക്ഷ്മി ഭഗവതി, ആ ശ്രീ ഭഗവതി ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ട്. ഭഗവാനെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ലക്ഷ്മി ദേവിക്കാവില്ല. അതുകൊണ്ട് എപ്പോഴും സദാ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീയോടുകൂടിയ ഈ ഉണ്ണിയെ വാസുദേവനെന്നും അറിവുള്ളവർ പറയും. ഗർഗമഹർഷി പല സൂചനകളും ഇവിടെ നൽകുകയാണ് നന്ദഗോപർക്ക് മനസ്സിലാകും വിധം. എന്നാലോ പുറം ലോകത്തേക്കത് പാട്ടായി പോവുകയും അരുത്. കാരണം ഇത് പരമരഹസ്യമായിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ നന്ദഗോപർക്ക് ഒരു സൂചന കൊടുക്കുന്നു എന്ന് മാത്രം, ഇത് വസുദേവരുടെ പുത്രനാണെന്ന്. അങ്ങയുടെ ഈ പുത്രൻ അങ്ങയുടേതല്ല, അങ്ങയുടേതെന്ന് കരുതുന്ന പുത്രൻ വസുദേവരുടെ പുത്രനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ് ഗർഗമഹർഷി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാഃ സംപ്രചക്ഷതേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാഗ് അയമാണ്, അതുകൊണ്ട് പ്രാഗയം. ആ ക മാറി ഗ ആവും, ക പ്ലസ് ആ മാറി ഗ ആവും. അവിടെ ഗായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, പ്രാഗയം. പിന്നെ വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജ, അവിടെ ക്വചിജ്ജാത, ജ കൂട്ടക്ഷരമാണ്.
അതുപോലെ സ്തവാത്മജ, തവ ആത്മജ ആണ്, അതുകൊണ്ട് തവാത്മജ അകാരം നീട്ടിയെടുക്കുക. ക്വചിജാത സ്തവാത്മജ, അവിടെ വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ രണ്ടാമത്തെ വരിയിൽ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാ, അഭിജ്ഞാ ആണ്, അതുകൊണ്ട് ശ്രീമാൻ അഭിജ്ഞ, നായ്ക്ക് അകാരം കൊടുക്കുക. ദീർഘമുണ്ട്, വിസർഗമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനിയും 15ാമത്തെ ശ്ലോകം. ബഹൂനി സന്തി നാമാനി രൂപാണി ച സുതസ്യ തേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഃ. പറയാണ് ബഹൂനി സന്തി നാമാനി. ബഹൂനി എന്ന് പറഞ്ഞാൽ ധാരാളം, സന്ധി നാമാനി, സന്ധി എന്ന് പറഞ്ഞാൽ ഉണ്ട്, നാമാനി എന്ന് പറഞ്ഞാൽ നാമങ്ങൾ. ധാരാളം നാമങ്ങളുണ്ട് ഈ ഉണ്ണിക്ക്. ഏതുണ്ണിക്ക ജനിക്കുന്നതിന് മുൻപേ ധാരാളം നാമങ്ങൾ ഉണ്ടാവുക അല്ലേ? ജനിച്ചു വീണ് നമ്മൾ നാമകരണം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഉണ്ണിക്ക് നാമം കിട്ടുന്നത്. പക്ഷെ ഇവിടെ പറയും ഈ ഉണ്ണിക്ക് ധാരാളം നാമങ്ങളുണ്ട്. അങ്ങനെയുള്ളത് ആരാണ്? ജനിക്കുന്നതിന് മുൻപേ നാമങ്ങളുള്ളത് ജനനമില്ലാത്ത ഒരാളിനെ. കാരണം ജനിക്കുന്ന ഏതൊന്നിൻ്റെയും നാമം മരണത്തോടുകൂടി കഴിയും. വീണ്ടും ജനിക്കുമ്പോൾ ആ ജന്മത്തിൽ പുതിയ നാമമായിരിക്കും വരിക. ഇവിടെ ജനിക്കുന്നതിന് മുൻപ് തന്നെ വളരെയേറെ നാമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. ബഹൂനി സന്ധി നാമാനി, ധാരാളം നാമങ്ങളുണ്ട്. രൂപാണി ച സുതസ്യതേ, രൂപാണി നാമങ്ങൾ മാത്രമല്ല രൂപങ്ങളുമുണ്ട്. ആർക്ക്? സുതസ്യതേ. സുതസ്യ എന്ന് പറഞ്ഞാൽ പുത്രന്. ആരുടെ? നിന്റെ തേ, അങ്ങയുടെ പുത്രന് അല്ലയോ നന്ദഗോപരെ ധാരാളം നാമങ്ങളും ധാരാളം രൂപങ്ങളുമുണ്ട്. ഭഗവാൻ എത്രയാ അവതാരങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത്. ഭഗവാൻ അല്ലാത്തതായിട്ട് എന്താ ഉള്ളത് ഇവിടെ? അപ്പോൾ എല്ലാ ചരാചരങ്ങളുടെയും ബാഹ്യരൂപത്തിൽ ഭേദമുണ്ടെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. ഉള്ളിലടങ്ങിയിരിക്കുന്ന ആ ജീവാത്മാവ് എല്ലാ ചരാചരങ്ങളിലും ഒന്ന് തന്നെയാണ്. ഇനിയും ഭഗവാൻ അവതാരങ്ങളായി തന്നെ എത്രയാ അവതാരങ്ങൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുതസ്യതേ, അങ്ങയുടെ പുത്രന് ധാരാളം നാമങ്ങളും ധാരാളം രൂപങ്ങളും ഉണ്ടല്ലയോ നന്ദഗോപരെ. പിന്നെയോ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഃ. ഗുണകർമാനുരൂപാണി, ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച്, കർമ്മ അനുരൂപാണി അതിനനുസരിച്ച്, ആ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച്, താന്യഹം, താനി അഹം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താന്യഹം. താനി എന്ന് പറഞ്ഞാൽ അവയെ, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, വേദ നോ ജനാഃ, വേദ എന്ന് പറഞ്ഞാൽ അറിയുക, നോ എന്ന് പറഞ്ഞാൽ ന എന്ന് പറഞ്ഞാൽ ഇല്ല, ജനാഹ ജനങ്ങൾ. അതായത് താനി അഹം വേദന, ഈ ഞാൻ പോലും ഈ ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ഇത്രയേറെ രൂപങ്ങളും നാമങ്ങളും സ്വീകരിച്ചിട്ടുള്ള ആ ഭഗവാനെ ഞാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഗർഗമഹർഷിക്ക് പോലും ഭഗവാനെ അങ്ങേ ശരിക്കും അറിയാൻ കഴിയുന്നില്ല, പൂർണ്ണമായിട്ടും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ജനാഹ, പിന്നെ ഈ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ അറിയാനാണ് ഭഗവാനെ അവിടുത്തെ? അത് ആരോടാ പറയുന്ന? നന്ദഗോപരോട്. നന്ദഗോപർക്ക് അത് അറിയുന്നില്ലെങ്കിൽ അതിൽ തെറ്റു പറയാനില്ല. അത്ര എളുപ്പമല്ല ആ തത്വത്തെ അറിയുക, ആ സത്യത്തെ അറിയുക. ഭഗവാനെ എത്രയോ നാമങ്ങളും രൂപങ്ങളും ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്, ഗുണങ്ങൾ അതിൽ ഭേദമായിരുന്നു. ഒന്നിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഗുണങ്ങളാണ് ഓരോ രൂപത്തിലും ഓരോ നാമത്തിലുമുള്ളത്. ഗോവിന്ദൻ എന്ന ഒരു നാമം വരാൻ ചെയ്ത കർമ്മം, അത് ആ കാളിയമർദ്ദന സമയത്ത് ഭാവത്തിൽ നിന്നും രൂപത്തിൽ നിന്നും ഗുണത്തിൽ നിന്നും ഭിന്നമാണ്. കാളിയൻ്റെ പത്തിമേൽ ആ കുഞ്ഞു പാദങ്ങൾ വെച്ച് നർത്തനമാടുമ്പോൾ ഭഗവാന്
ആ കാളിയൻ്റെ മതത്തെ ഇല്ലാതെയാക്കുക എന്നൊരു ഉദ്ദേശ്യത്തോടുകൂടി, ആ ഭാവത്തോടുകൂടി ഇരുന്നിരുന്ന ഭഗവാനിൽ നിന്നും എത്രയോ ഭിന്നമാണ് ആ ഗോകുലവാസികളെ ആകെ രക്ഷിക്കുന്നതിനു വേണ്ടി തൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ആ ഘോരമായ മഴയിൽ നിന്ന് ആ പശുക്കളെയും ഗോകുലവാസികളെയും രക്ഷിച്ച ഭഗവാന്റെ ഭാവം. അപ്പോൾ ഓരോ നാമത്തിനും പിന്നിൽ അപ്പോൾ ചെയ്തിരുന്ന ഏതൊരു കർമ്മമായിരുന്നുവോ അതിൻ്റെ ഭാവം എന്തായിരുന്നുവോ ആ ഗുണത്തിനും കർമ്മങ്ങൾക്കും അനുസരിച്ച് രൂപത്തിനും ഭാവത്തിനും നാമത്തിനും ഭേദം വരുന്നു. ആർക്കാണ് അറിയാൻ കഴിയുക അങ്ങനെ ഒരു സത്യത്തെ, ഒരു തത്വത്തെ? ഈ ഞാൻ പോലും അറിയുന്നില്ല നന്ദഗോപരെ, എനിക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് അറിയുക? ഇവിടെ നന്ദഗോപരോട് പറഞ്ഞു കൊടുക്കുകയാണ്, സർവജ്ഞനായിട്ടുള്ള എല്ലാം അറിയുന്ന ഭഗവാന് മാത്രമേ ഭഗവാനെ പൂർണ്ണമായും അറിയാൻ കഴിയുകയുള്ളൂ. രഥചക്രവും എടുത്തുകൊണ്ട് ഭീഷ്മരുടെ നേരെ പാഞ്ഞു വന്ന ഭഗവാന്റെ മുഖത്ത് ഒരു രൗദ്രഭാവമായിരുന്നു, കോപഭാവമായിരുന്നുവെങ്കിൽ കുചേലനെ മാറോടണച്ചു നിർത്തിയ ഭഗവാന്റെ മുഖത്തപ്പോൾ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭാവമായിരുന്നു. ഇങ്ങനെ ഒരേ അവതാരത്തിൽ തന്നെ എത്രയെത്ര രൂപങ്ങളും എത്രയെത്ര ഭാവങ്ങളും എത്രയെത്ര നാമങ്ങളും ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ കാരുണ്യക്കടലിനെ ആർക്കാണ് അറിയാൻ കഴിയുക? ഭഗവാനെ അവിടുത്തെ പൂർണ്ണമായും അറിയുവാൻ അവിടുത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പണ്ഡിതന്മാർക്കു പോലും, ഗർഗമഹർഷിയെ പോലെയുള്ള പണ്ഡിതന്മാർക്കു പോലും അങ്ങയെ പൂർണ്ണമായും അറിയാൻ കഴിയുന്നില്ല എന്നിരിക്കെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാ ഭഗവാനെ അവിടുത്തെ പൂർണ്ണമായും അറിയാൻ കഴിയുക? അല്പമെങ്കിലും ഈ രൂപത്തിലൊരു ആനന്ദം കിട്ടുന്നത് തന്നെ അവിടുത്തെ ഒരു കാരുണ്യം ഒന്നുകൊണ്ടാണ് ഭഗവാനെ, അവിടുത്തെ ഒരു കൃപയൊന്നുകൊണ്ട് മാത്രമാണ് ഭഗവാനെ. ഈ രൂപത്തിൽ, ഈ ദർശനത്തിൽ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അലിഞ്ഞു ചേരുന്നു. തന്നെയല്ല, അത് കാണാൻ, ഈ രൂപം ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ തന്നെ ഇല്ലാതെയാകുന്നു അലിഞ്ഞ്. 10 നിമിഷം ഈ രൂപത്തിൽ കണ്ണും നട്ടി ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരാനന്ദം, ഈ രൂപം പകർന്നു നൽകുന്ന ഒരു സായുജ്യം, ആ കണ്ണുകളിലെ തീക്ഷ്ണത, എന്താണ് അവിടുത്തെ കണ്ണുകളിൽ അവിടുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഭഗവാനെ. എന്നിരുന്നാലും എല്ലാം അറിയുന്ന ഭഗവാനെ അവിടുന്ന് കൈവിടില്ല എന്ന ഒറ്റ പ്രതീക്ഷ, എന്ന ഒറ്റ ഉറപ്പ്, അത് മാത്രമാണ് ഭഗവാനെ. മുന്നോട്ടുള്ള ഓരോ നിമിഷത്തിലേക്കും പതറാതെ കാലെടുത്ത് വെച്ച് നടന്നു കയറുവാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് പ്രചോദനമാകുന്നത് ഭഗവാനെ, ശക്തിയാകുന്നത് ഭഗവാനെ. അടുത്ത നിമിഷത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അവിടുത്തെ കൈകളിൽ പിടിച്ച് അവിടുത്തെ പാദങ്ങളിൽ പുണർന്ന് അവിടുത്തെ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചിരിക്കുന്ന ഭക്തജനങ്ങളെ അവിടുന്ന് ഉപേക്ഷിക്കില്ല എന്നറിയാം ഭഗവാനെ. ഈ ഒരു ഉറപ്പാണ് ഓരോ ഭക്തൻ്റെയും ശക്തി ഭഗവാനെ. അതിനപ്പുറം അവിടുത്തെ അറിയുക അസാധ്യമാണ്. 100 ദശകങ്ങളും എഴുതിയിട്ട് അവസാനം ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അങ്ങയുടെ ചരിതം ഇത്രയേറെ വർണ്ണിച്ചിട്ടും അവസാനം പറഞ്ഞത് അജ്ഞാത്വാത്തേ മഹത്വം. അങ്ങയുടെ മഹത്വത്തെ എങ്ങനെയാണ് അറിയാൻ കഴിയുക ഭഗവാനെ? അങ്ങനെയുള്ളപ്പോൾ ഒന്നും അറിയാത്ത ആ ഗോപസ്ത്രീകളെ പോലെ, ഒന്നും അറിയാത്ത അങ്ങയെ സ്നേഹിക്കുവാൻ മാത്രം അറിയുന്ന ഈ ഭക്തർക്ക് അവിടുന്ന് തുണയാകണമേ. ഗുരുവായൂരപ്പ കണ്ണാ ശരണം. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം ഇനി ഒന്നുകൂടി നോക്കാം. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുതസ്യ തേ
ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗുണകർമാനുരൂപാണി, അവിടെ കർമാനുരൂപാണി അകാരം നീട്ടിയെടുക്കുക. അതുപോലെ താന്യഹം, ന്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ വേദനോ ജനാഃ, അവിടെ ദീർഘവും വിസർഗവുമുണ്ട്. വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 16-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.